നമുക്ക് ഡോമണൻ്റെ വണ്ടി എടുക്കാം. CPM 2 കളിച്ച സമയത്ത് അങ്ങനെയായിരുന്നു. ഒരൊട്ട വണ്ടി വെച്ചാൽ നമ്മൾ ഇറങ്ങിയ അതിലിങ്ങനെ വാച്ച് ആൻഡ് ഫ്രീ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ അങ്ങനെ സാധനമൊന്നുമില്ല. കണ്ടല്ലേ ഈ കാർ ഗെറ്റാ ഇതില്ലടേ ഈ കാറ് കണ്ടല്ലേ, ഇത് ഏത് കാറാണെന്ന് അറിയാമല്ലേ? എടാ ഞാൻ ഇപ്പം ഇതാണ് നിങ്ങൾ കണ്ടോ, ഫുള്ളാന് കണ്ടോ, എന്നാണ് എൻ്റെ ഇതൊക്കെ ഉള്ളൂ. ഞാൻ ഇപ്പം ഈ ഗെയിമിൻ്റെ അകത്ത് ഇത്രയാണ് ഇനി കുറച്ചേ കഴിയുമ്പോൾ നോക്കി ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കളിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ടോപ്പ് കയറും. അത് പിന്നെ കാര്യം പറയല്ല. CPM 2 അതിന് തെളിവാണ്. കണ്ടോ മാർക്കറിയാം, അത്രയാണ് പറഞ്ഞോളൂ. എടാ മൗണ്ടേ ഇറങ്ങാം. CPM 1 തുടങ്ങി വെച്ചിരിക്കണം. നീയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് എല്ലാണ്ണും ഒന്ന് പറയാൻ തുടങ്ങിയിരിക്കണം. സത്യം പറയാമല്ലേ, എൻ്റെ അടുത്ത് പറയാത്ത ആരുമില്ല. എടാ ഗ്രാഫിക്സ് കാണിച്ചുതരാം. നീയെങ്കിലേ പറയും ഞാൻ കള്ളം പറഞ്ഞു കാണിച്ചുതരാം. ഈ ഫോണിൻ്റെ അകത്ത് കണ്ടല്ല FPS എനിക്ക് 120 കിട്ടുവാണെങ്കിൽ സുഖമായിട്ട് ഓടിക്കുക. കണ്ട 120 എനിക്ക് സുഖമായിട്ട് ഓടിക്കുക, ഒരു സീനുമില്ല. എന്നാലും ഞാൻ 68 കളിക്കണം. അത്രയ്ക്കൊന്നും എനിക്ക് ആവശ്യമില്ല. 120 വേണ്ട. നമ്മൾ PUBG ഒന്നും അല്ലല്ലോ കളിക്കണം, അതുകൊണ്ട് വേണമെന്നില്ല. ക്വാളിറ്റി കണ്ടല്ല, ഹൈ റെസൊല്യൂഷൻ കണ്ട 100 കാർ ഡിസ്റ്റൻസ് ഇതൊക്കെ CPM 2 100 ഫോൺ അടിച്ച് പോകുന്ന രീതിയിലായിപ്പോവും, അനങ്ങൂല, സ്റ്റക്കായിപ്പോവും. ഇതെല്ലാം കണ്ടല്ല, ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. അവസാനം നീയൊക്കെ ഇല്ലേ പറയും ലൊട്ട പറയും. ഞാൻ കണ്ട ഇതൊരു ഈ ട്രാഫിക് കാർ ഡെൻസിറ്റിയും പിന്നെ പീപ്പിൾ ഡെൻസിറ്റിയും എനിക്ക് വേണ്ട, അതുകൊണ്ട് അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ CPM 1 ഇറങ്ങിയിട്ടുണ്ട്. ഇനി നോക്കാം, നല്ല കിടിലൻ കണ്ടൻറ്റ് വന്നോളൂ, നോക്കിയോ. അത് നമുക്കടാ പിന്നെ ട്രേഡിന് ഇപ്പോൾ ഇറങ്ങണോടാ. ട്രേഡിന് ഇറങ്ങി എനിക്ക് പൊളപ്പനായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നോക്കാം, അത്ര ഞാൻ പറഞ്ഞോളൂ. പിന്നെ ഇന്നത്തെ വേൾഡ് സെയിൽ എന്ന് പറയുന്ന സംഭവം കൊണ്ടോ അത് CPM 2 ഇല്ലാത്തതെന്നാണ് വിചാരിച്ചത്. അതെന്ന് വെച്ചാലേ നമ്മൾ വീട്ടിലെ മോഡിഫൈഡ് കാറ് 800 കോയിൻ, 1000 കോയിൻ, 1500 കോയിന് തിരിച്ചു വെച്ചിരിക്കും. മോഡിഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ മോഡിഫൈഡ് ടോപ്പ് സാധനങ്ങൾ അത് നമുക്ക് വാങ്ങാടാ. അത് പക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ CPM 1 ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. സത്യം ഞാൻ ഇപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാക്കണം. ഗ്രാഫിക്സും കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെന്നു. ഈ അടുത്താണ് അപ്ഡേറ്റ് വന്നാടാ, അന്ന് കളിച്ചപ്പം അത്രയ്ക്ക് തോന്നിയില്ലല്ലോ. എടാ പിന്നെ ഇപ്പം ഈ വണ്ടിയൊക്കെ ഉള്ളു. നമ്മൾ CPM 1 2 കളിച്ച സമയത്ത് ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കോടിപതിയും ലക്ഷക്കോടിപതിയൊക്കെ ആയി മാറിയത്. എടാ നമുക്ക് എങ്ങോട്ട് പോവാം? ചുമ്മാ വണ്ടി ഓടിച്ച് പോകണം. അതിനേക്കാളും നല്ല നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇപ്പം എന്തിനു പറയണം, ഒരു ട്രിപ്പ് അടിക്കാം. ട്രിപ്പ് എങ്ങോട്ടെങ്കിലും വേണ്ട ഈ സ്ഥലം. എടാ ഇതല്ലാതെ പിന്നെ മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ എന്താണ് പിന്നെ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഇതാണ് മല കയറാൻ പോവാം. പുതിയ പ്ലെയർ മല കയറാൻ കയറിയിട്ടുണ്ട്. റെഡ് ബോക്സ് CPM കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 പുതിയ പ്ലെയർ, 2 ടോപ്പ് 1 പ്ലെയർ മല കയറാൻ പോവാണ് ഈ വണ്ടിയെ വെച്ചോണ്ട്. ഈ വണ്ടിയെ കണ്ടല്ല, ഞാൻ ക്യാരക്ടറും കാണിച്ചു തരാം. ക്യാരക്ടർ കണ്ട നമ്മളിപ്പോൾ ഇതാണ് കണ്ടല്ലേ, ഇതെല്ലാം കണ്ടല്ലേ. ഞാൻ ഇപ്പം ഇതാണ് എൻ്റെ കൂടിയുള്ള ഡ്രസ്സ് ഇതൊക്കെയാണ്, ഉടുപ്പ് ഇതൊക്കെയാണ്. ഇതെല്ലാം നിങ്ങളെ തുടക്കം കാണിച്ചെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കയറുമ്പോൾ നല്ല വാങ്ങുമ്പോഴേ നിങ്ങൾ തുടക്കം അന്വേഷിച്ച് പോകും ചിലവന്മാർ. അപ്പം കാണാനുള്ളവന്മാർ കണ്ടോ. ഇതാണിപ്പോൾ റെഡ് ബോക്സ് കണ്ടോ നല്ലൊരു ഫോട്ടോ എടുത്തോട്ടെ. എടാ ഇതിൻ്റെ പിന്നെ ഈ സംശയം ഉണ്ടോ, ഇതിൽ ഫോട്ടോ എടുത്ത ഗാലറി വരുമെന്നോ? ഞാൻ നേരത്തെ എടുത്തപ്പോൾ വന്നു, പക്ഷേ വന്നില്ലെങ്കിൽ പിന്നെ ലൊട്ടയാവില്ല. അതാണ് ഒരു കാര്യം ചെയ്യുക, ഹൈഡ് UI ഇടാം. അപ്പം പിന്നെ ലൈവിൽ നിന്നെങ്കിലും ഒരു സ്ക്രീൻഷോട്ടെങ്കിലും എടുക്കാമല്ലോ. ഇനി റിയൽ ഫോട്ടോ എടുക്കാം. എടാ ഇതെന്ത് ലൊട്ട? അയ്യോ ഹൈഡ് UI. എടാ ലൊട്ടേ ഏട്ടാ, ഇതിൽ ഹൈഡ് UI. അയ്യോ എടാ ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി കുറഞ്ഞാണ്ട് കിടക്കണം. അതെന്താണെന്ന് അവന്മാർ ഓട്ടോമാറ്റിക്കലി കുറച്ചിട്ടേക്കണം തോന്നുന്നു. കാര്യം പറയാമല്ലോ. സെറ്റായി. എടാ എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് പിന്നെ ക്യാരക്ടർ ബഗ് ഒന്നും വരില്ല. കാരണം വെച്ചാൽ ഈ ഗെയിം എനിക്ക് പക്കാ സ്മൂത്താണ്, മനസ്സിലായില്ലേ? ഈ ഗെയിം എന്ന് വെച്ചാൽ എനിക്ക് പ്രോപ്പർ സ്മൂത്താണ്. എടാ ഇപ്പം എനിക്ക് ചിലപ്പോൾ ഈ ലൈവിൽ വ്യൂസ് ഇത്തിരി കുറവായിരിക്കും, ലൈവ് കാണുന്നില്ല. കാരണം വെച്ചാൽ തമ്പനയിൽ ഇപ്പം കിടക്കണ ഗെൻഷിൻ ഇമ്പാക്റ്റിനാണ്, അത് ഓട്ടോമാറ്റിക്കലി വരണയാണ്. അത് ഈ ലൈവ് കഴിയുമ്പോൾ ഞാൻ മാറ്റിക്കോളാം. വരുന്ന ലൈവുകളിൽ എനിക്ക് എന്തായാലും ഉറപ്പാണ് വ്യൂസ് ഒരുവിധമെങ്കിലും വരുമായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടെടുത്ത ഗെയിമല്ലേ, അപ്പം നിങ്ങളെന്നെ മുമ്പിക്കൂലായിരിക്കും. ഇന്നലെ തന്നെ ഒരുത്തം വന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കിടന്നതാണ്. ഞാൻ പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ പറയുമ്പോൾ പിന്നെ നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ അവന്മാരിട്ട് അവഗണിച്ച് കളയണം. അവന്മാർ ഇപ്പം എൻ്റെ ഇപ്പോൾ വേറൊരു ഫോൺ ഇരിപ്പുണ്ട്, അതിൽ ഫ്രീ ഫയർ കളിക്കാൻ പറ്റൂല. CPM 1 അതിൻ്റെ അകത്ത് കിട്ടൂല, കമ്പാരിറ്റബിൾ അല്ല. അങ്ങനത്തെ ഫോണുള്ളവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർക്കും കൂടെ ലൈവിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഇതെങ്കിൽ അവർ പറയുമ്പോൾ നമ്മൾ അതിനെത്തിരി കൊടുക്കണ്ടേ, ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ. പിന്നെ അവർ പറയത്തിന് ഗെയിമിന് റീച്ച് ഉണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം, രണ്ടും നല്ലത്.
മനസ്സിലായില്ലേ? പിന്നെ ഗ്രാഫിക്സ് കുറച്ച് കുറവ്, പിന്നെ അത് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ, അത് മതി. പിന്നെ നമ്മൾ പിന്നെ തുടക്കത്തിൽ നമ്മൾ വീഡിയോ ഗെയിമൊന്നും കളിച്ചല്ല തുടങ്ങിയത്. നോക്കാം, എന്തായാലും നോക്കാം. എടാ ഇതിൽ ഈ ഹൈഡ് ഒബ്ജാക്റ്റിവിറ്റി ഓൾറെഡി ഇതിനില്ല. ഞാൻ ഇല്ല, എവിടെ ഹൈഡ് യു ഐ എവിടെയായിരുന്നു? മാറുന്നോ അല്ലോ? മാറി. ഇത് മാറി. സത്യം പറയാല ഇതിൻ്റെ അകത്ത് ബട്ടൺ ഹൈഡ് യു ഐ പൂണ്ടാച്ചി മോനെ നീ നോക്കിയോ. അതിപ്പോൾ വേണോ? അതല്ലേ പിന്നെ ചെയ്യാൻ പറ്റുന്നത്. അതിന് വേണ്ടി ചെയ്യുന്ന സമയം കളയണം. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ഫോട്ടോ കിട്ടിക്കാണോടാ? കിട്ടിക്കാണെന്നാണ് എൻ്റെ മനസ്സ് പറയണം. ഇല്ല, നമുക്ക് എന്തെങ്കിലും നോക്കാം. മുത്തേ മല കയറാൻ പോവുകയാണ്. എടാ പിന്നെ അത് എനിക്ക് ഈ ഗെയിമിൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈവനിങ് ഇട്ട ഒരു ഉപയോഗമില്ല. ഈവനിങ്ങും നൈറ്റ് പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഈവനിങ് ഇടാൻ പറ്റുന്ന വെച്ചാൽ മറ്റേ CPM 2 ഏറ്റവും ഹൈലൈറ്റ് അതാണ്. ആ ഒരു സൂര്യൻ്റെ വെളിച്ചം കാറി അടിക്കുന്നത്, അതൊക്കെ പ്രോപ്പർ സാധനമാണ്. അതെനിക്കൊരു ഇത്തിരി വിഷമമാണ്. പക്ഷേ ഓക്കെ, സ്റ്റിൽ അഡ്ജസ്റ്റബിൾ. CPM 1 കളിക്കുമ്പോൾ എനിക്ക് ഒരു ഇത്തിരി ഓക്കെയാണ്. കാര്യം പറഞ്ഞില്ല, ഞാൻ മറ്റന്മാരടുത്ത് പറഞ്ഞില്ല, കാട്ടറബീൻ്റെ അടുത്തൊന്നും പോയി പറഞ്ഞില്ല. അവൻ പറഞ്ഞാലും എടുക്കുമെന്ന് തോന്നല്ല. കാരണം വെച്ചാൽ അവൻ CPM 2 കളിച്ചതിന് ശേഷം അത് കുറ്റം പറയാൻ പറ്റില്ല. CPM 2 കളിച്ചതിന് ശേഷം വന്ന് CPM 1 ബ്രോ കളി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ BGMI കളിച്ചവൻ്റെ അടുത്ത് പെട്ടെന്ന് ഒന്ന് BGMI കുണ്ണയൊന്നും വേണ്ട, ഫ്രീ ഫയർ കളി എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവൻ കുണ്ണാന്ന് പറയില്ല. അതേപോലെ തന്നെ വെച്ചാൽ പെട്ടെന്ന് ആ ഗ്രാഫിക്സ് വ്യത്യാസം വരുമ്പോൾ അവർ പെട്ടെന്ന് തോന്നൂല. അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അയ്യോ ഇതെന്തിലൊട്ട. എന്തായാലും അങ്ങോട്ട് പോകാം. പിന്നെ സൗണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കണം. ഇല്ല പിന്നെ അങ്ങനെ ഗെയിമിൻ്റെ സൗണ്ടൊന്നും വലുതായി എനിക്ക് കേൾക്കണമെന്നൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എക്സോസ്റ്റ് പോലെയല്ല പൊട്ടിക്കാൻ. കൂടി ഇതൊക്കെ ചെന്തോ കാണിക്കാൻ. ഞാൻ അല്ലെങ്കിൽ ഗെയിമിൻ്റെ സൗണ്ട് വലുതായിട്ട് ഇടൂല. വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് ഗെൻഷിൻ കളിച്ചാൽ മാത്രം ഇത്തിരി സൗണ്ട് കിട്ടും, അതിൻ്റെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട്. അതിന് നല്ല സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. എടാ നമ്മൾ വന്നിട്ടുണ്ടടാ മുത്തേ, CPM 1 മല കയറാൻ വന്നിട്ടുണ്ടടാ മുത്തേ. എടാ ഒരു ഫോട്ടോ എടുത്തോട്ടാ, എനിക്കൊരു ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഇത്തിരി വെയിറ്റ് ചെയ്യടാ. കാര്യം പറയില്ല, നിങ്ങൾക്ക് എന്തിങ്ങനെ വെയിറ്റ് ചെയ്യടാ. അല്ല പിന്നെ എനിക്കിത്തിരി എന്തൊരു പറയണം, ഇത്തിരി പതിയെ പോയാൽ മതി. ഇതെല്ലാം കണ്ട് ഈ സ്ഥലം എല്ലാം നീ കാണണം. ഫസ്റ്റ് ടൈമല്ലേ? ഫസ്റ്റ് ടൈമാണ്. CPM 2 കണ്ടിട്ടുണ്ടോ? ഓക്കെ, പക്ഷെ CPM 1 എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ബ്രോ പറന്ന് ഇങ്ങനെ എല്ലാം ചെയ്തു പോകുന്ന പറഞ്ഞാൽ പറ്റുന്നില്ല. സമയമെടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിടയ്ക്കാൻ പറ്റൂ ഇല്ല. അപ്പം എനിക്ക് ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ CPM 2 കാർഗോ എന്താണെന്ന് പോലും ഇല്ല. CPM 2 കാർഗോ ഇല്ല. ഉണ്ട്, പേരിന് വെച്ചിട്ടുണ്ട്, തൊട്ട ഓപ്ഷൻ കാണിക്കില്ല. ഇതിൻ്റെ അകത്ത് കാർഗോ ഉണ്ട്. എനിക്ക് കാർഗോ മിഷനെ കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. കാര്യം പറയാല്ലേ, ഇതിൻ്റെ അകത്ത് നിന്ന് കാർഗോ മിഷൻ ഉണ്ടെന്നോ എനിക്ക് കംപ്ലീറ്റ് ആക്കണം. CPM 1 ഫസ്റ്റ് ടൈം ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കണം. അതും ഈ ലൈവിൽ തന്നെ നല്ല കാര്യം. എടാ ഡെയിലി ഇതിൻ്റെ മിഷൻ കാണിക്കണം. അവിടെ ടാസ്ക് എടാ വിൻ റേസ് എന്തായാലും നടക്കാൻ പോകണില്ല. ടാക്സ് പ്ലെയറും കാർഗോയും. എടാ കാർഗോയ്ക്ക് വണ്ടിയുടെ ഇതുണ്ടാവുമോടാ? അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ ചാറ്റേ. അത് നോക്കാം കേട്ടോ. നമുക്ക് തൽക്കാലം മല കയറിയിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. അത് തന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മൾ തലയിലെടുത്ത് വയ്ക്കേണ്ട, ടെൻഷൻ അടിപ്പിക്കേണ്ട. എടാ CPM 1 കൊള്ളുകയോ ചെയ്യാം. പണ്ടത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടെയൊക്കെ എന്തിനാണ് ഇമ്പ്രൂവ് ആയോ? ഈ ഇടയ്ക്ക് ഗ്രാഫിക്സ് ഇത്തിരി കൂടെ ഇമ്പ്രൂവ് ആയടാ. അതാ ഞാൻ ഫുള്ള് ഗ്രാഫിക്സ് മാക്സ് ഇട്ടോണ്ട് എനിക്ക് തോന്നണേടാ. അങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലേ? ഇതിലും ക്യാരക്ടർ ചെറുതായിട്ട് നിരങ്ങിപ്പോണ ലൊട്ട ഉണ്ടല്ലേ. പക്ഷെ CPM 2 അത്ര ഇല്ലെന്ന് തോന്നണം. എന്നാലും ആ ചെറുതായിട്ട് നിരങ്ങിപ്പോണുണ്ട് കേട്ടാ. സ്റ്റിൽ ഓക്കെ. നമുക്ക് CPM 2 കണ്ടന്റ് ഇടുന്നവരിൽ എടാ അങ്ങനെ നോക്കാം. കണ്ടന്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇനി മെയിനായിട്ട് ഞാനും വരും. അണച്ച് അതൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ CPM 2 തന്നെ എന്തോരം കണ്ടന്റ് അതിന് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ. മല കയറാൻ പോകണം, നമ്മൾ ഓരോരോ കണ്ടന്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. അപ്പോൾ പിന്നെ CPM 1 കിട്ടാതിരിക്കും. ബെസ്റ്റൊക്കെ വെച്ച് തന്നെ നമ്മൾ കണ്ടന്റ് പറ ഉണ്ടാക്കും. എടാ പല യൂട്യൂബേഴ്സിന് ലൈവ് എനിക്ക് കയറണം. ലൈവിൽ ആ റൂമിലൊക്കെ നമുക്ക് കയറി സംസാരിച്ച് മനസ്സിലാവും. അവന്മാരൊരു സെറ്റായിട്ട് കിട്ടുന്ന നമുക്ക് പിന്നെ അതും ഡബിൾ ചെയ്യലടാ. അതും നല്ലൊരു കാര്യമാണ്. അവന്മാർ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കണം. ഈ നവീൻ വൈറ്റ് യൂട്യൂബർ അല്ലേടാ, അവൻ CPM 1 വലിയ ആളല്ലേ. അവൻ ലൈവ് ഇട്ടോടാ. അവൻ്റെ ലൈവിലേക്ക് കയറണം. പിന്നെ അവിടെ കേൽ പോയി ഞാൻ അവൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ അവൻ നോക്കൂല്ല. അതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു CPM 2 ടൈം മെസ്സേജ് അയച്ചാണ്, അപ്പോൾ പോലും ഒരനക്കവും ഇല്ല. അതിന് പറയത്തില്ല, ചില മെസ്സേജ് അവന് കിട്ടിക്കാണില്ല എന്തോ. എനിക്ക് പണ്ട് ഏതായിരുന്നു ക്യാപ്റ്റനിലൊട്ട ഏതാ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് സമയത്ത് എൻ്റെ മെയിൻ ഈ യൂട്യൂബിൻ്റെ ഇത് കയറണല്ലടാ.
ഈ ഇൻസ്റ്റാ ചാനലിൽ അങ്ങനെ വന്നിട്ടില്ല, മെസ്സേജ് വന്നിട്ടില്ല. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമോ അതിനങ്ങനെ? എടാ ഇത് കേരള നിങ്ങൾ കണ്ടാ? ഇവിടെ അവിടെ ഇടിച്ച് മയില്. എടാ ഞാൻ നൈസ്. എടാ എനിക്ക് റോട്ടി വന്നോട്ടെ. അയ്യോ ഇതെവിടാ? എടാ മല കയറാൻ പറ്റില്ല ഈ വണ്ടി എന്ന് വെച്ച്. അയ്യോ അയ്യോ അതെന്ത് അങ്ങനെയൊക്കെ ഉണ്ടാ? എടാ അങ്ങനെ ഉണ്ടായിരുന്നാടാ? എടാ നിങ്ങൾ അനങ്ങ ഭയങ്കര പാടാ. സത്യം ഭയങ്കര പാട്. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാട്. സത്യം പറയാല. എടാ ഇതൊരു തിരിച്ചറിവും കൂടെയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് വെച്ചാൽ എനിക്ക് അറിയണം. ഞാൻ സത്യം പറഞ്ഞാൽ CPM കളിക്കേണ്ടെന്ന രീതിയിൽ കാർ പാർക്കിംഗ് 1, 2 ഒരു ഉണ്ണയം വേണ്ടെന്ന രീതിയിൽ വച്ചിട്ട് പോയാണ് 2 ദിവസം മുന്നേ. മയില് വണ്ടി നിൽക്കണം ഇല്ലേ ബാക്കി പോയ സീൻ എടുത്തോണ്ട് വരെ. പിന്നെ ഞാൻ ഇത് തിരിച്ചറിയൊരു തിരിച്ചറിവും കൂടെയാണ്. എടാ ഞാൻ അടുത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, ക്യാപ്റ്റനും കെൻസോയും ഇവനൊക്കെ ഉള്ള കാട്ടറബിയൊക്കെ ഉള്ള. അതിൽ പോയി നമുക്ക് ഞാൻ പറയാം അവന്മാർ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാട്ടറബിയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല. എടുക്കുമായിരിക്കും, ഇട്ട് നോക്കാം. മെസ്സേജ് ഇട്ട് നോക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കണം ചോദിച്ചു നോക്കാം. ഇത് കഴിഞ്ഞിട്ട് അവനെ പോയി ചെയ്യാം. എന്തായാലും മല കയറട്ടെ. ഇപ്പം ഇത് സ്പീഡിൽ കയറുന്നുണ്ട്. നേരത്തെ കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഇപ്പം ലൊട്ട വണ്ടി വെച്ച് കയറുന്നു. നാളെ പറയത്തില്ല, ചിലപ്പോൾ നാളെ ബുഗാട്ടി കൊണ്ടുവരുമായിരിക്കും, മെക്ലാരിൻ കൊണ്ടുവരുമായിരിക്കും, ബസ് കൊണ്ട് കയറുമായിരിക്കും. മനസ്സിലായില്ലേ? കാര്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു എന്തൊരു പറയണ, പണ്ട് CPM 2 കളിച്ചപ്പോൾ ഉള്ള ഒരു സന്തോഷം ഇപ്പോൾ CPM 1 കളിക്കുമ്പോണ്ട്. ആ ഒരു കൊണ്ണ അപ്ഡേറ്റിന് ശേഷം എനിക്ക് ബീറ്റയിൽ ആ ഒരു ഈ ഗെയിമിലാണ് ഇപ്പം മോളിലെത്തില്ല സമാധാനത്തോടെ നിന്നോട്ടെ. അവിടെ ഇപ്പോൾ ഈ ഗെയിമിലാണെങ്കിൽ ക്യാരക്ടറിൻ്റെ ഒത്തിരി ലൊട്ടയാക്കിയാലും നമ്മൾ ഓവറാൾ ശ്രദ്ധിക്കില്ലാണ് വെച്ചാൽ മൊത്തത്തിൽ ഗെയിം തന്നെ കുറച്ച് ഇത്തിരി ഗ്രാഫിക്സ് ഒക്കെ അങ്ങനെ നിൽക്കുന്ന ഗെയിമാണ്. പക്ഷേ CPM 2 വെച്ചാൽ നമ്മൾ PC ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡിൽ ഫിക്സ് ആക്കി വെച്ചാൽ അതിൽ ഗ്രാഫിക്സ് പെട്ടെന്ന് ക്യാരക്ടർ ഗ്രാഫിക്സ് പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരുമാതിരി ലൊട്ടാക്കിയപ്പോൾ എനിക്കത് ലൊട്ട ഫീൽ അടിച്ചു. അതാണ് നമ്മൾ മലയുടെ മോളി എത്തിയിട്ടുണ്ടോ ചാറ്റേ. അവിടെ ഇന്ന് ലൈവ് ഉണ്ടോ? എത്ര സമയം എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ അത് പറയാൻ കേട്ടാ സമയം അടാ സമയത്തിൻ്റെ ഒരിതുണ്ട്. ഓ വണ്ടി ചെറിയ ചെളിയായില്ലേ? എടാ പിന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യം തരുന്ന വെച്ചാൽ ഞാൻ CPM 2 എടുത്തിട്ട് അതിലൊന്നും ആവാൻ പറ്റാതെ ആയിരുന്നിട്ടല്ല CPM 1 എടുത്തത്. മനസ്സിലായില്ലേ? CPM 1 എടുത്തത് CPM 2 ഒന്നും ആവാൻ പറ്റാതെ ഇരുന്നിട്ടൊന്നും അല്ല. CPM 2 എല്ലാം ആയിട്ട് തന്നെയാണ് CPM 1 എടുത്തത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനുള്ള സാധനമാണ്. കാരണം അതാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഇത്തിരി അഹങ്കരിക്കണം. അതെൻ്റെ അധ്വാനത്തിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടാവും. നിങ്ങൾ വേണേൽ എന്തെങ്കിലും ഒട്ടേ പറഞ്ഞു. അതെനിക്ക് അത്ര 5 മാസം കൊണ്ട് 50 മണിക്കൂർ കൊണ്ട് മെക്ലാരൻ എടുത്ത് 5 കോടി ഉണ്ടാക്കി ഗെയിമിലെ ടോപ്പായി. മനസ്സിലായില്ലേ? അതാണ് ഞാൻ CPM 2. അതെനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര വലിയ കാര്യമുണ്ടോ. നിങ്ങൾക്കന്ന് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞാൽ പിന്നെ കുറച്ച് ഫിൽറ്ററിൻ്റെ കാര്യമൊക്കെ പോയി കുറച്ച് തുടക്കത്തിൽ തന്നെ നോക്കിയായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഡോമിൻ്റെ കാർ എടുത്തില്ലായിരുന്നു, പരസ്യം കണ്ട്. ആ ലൈവിലല്ലായിരുന്നില്ല, അതിന് മുന്നേ ഞാൻ പോയി നോക്കിയപ്പം ഈ ഫിൽറ്റർ കുറച്ച് ഫിലിമിക്ക് മാറ്റി നണ്ണാണ് ഇട്ടേക്കണം. അപ്പം ഇനി കുറച്ചുകൂടെ നല്ല തോന്നിയടാ സത്യം പറയാമല്ലോ. എടാ മൈര നീ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് കേടാ കുണ്ണേ. ഓഹ് എടാ ഞാൻ പിന്നെ ഫോട്ടോ എടാ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നല്ല W പിക്ക് എടുക്കണേൽ റെഡ് ബോക്സ് W ആണ്. കാര്യം പറയാടാ, അത് നിങ്ങൾ ലൊട്ട ഒരുമാതിരി അഹങ്കരിക്കണമെന്ന് പറയല്ലേ. കാരണം വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാ പോസ്റ്റുകൾ പോയി നോക്കും നിങ്ങൾ. CPM 2 അതൊന്നും ലൊട്ടയല്ല. നമ്മൾ W പിക്കാണ് എടുത്തിട്ടുള്ള. ഞാൻ കറക്റ്റ് ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ കാട്ടറബിലും സെയിം നമ്മൾ ഈ പിക്ക് എടുത്ത് വെച്ചിട്ടുള്ള പോയി നോക്കിയാൽ മതി. കാട്ടറബി ഒരുമാതിരി ലൊട്ട ലോ ക്വാളിറ്റി സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കണം. മനസ്സിലായില്ല? ഞാൻ അങ്ങനെയല്ല. ഞാൻ കാറിൻ്റെ ക്യാരക്ടറിൻ്റെ എല്ലാം W പിക്കാണ് എടുത്ത് വെച്ചേക്കണം. പിക്ക് എടുക്കണമെങ്കിൽ നമ്മളിനി പുതുതായിട്ട് ആരും തമ്പനയിലിടാൻ പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചു തരുമൊന്നും വേണ്ട. തമ്പനയിൽ എങ്ങനത്തെ പിക്ക് എടുത്താൽ തമ്പനയിൽ സെറ്റാവും അതൊക്കെ നമുക്ക് പഠിച്ച് അത് തന്നെ പഠിച്ച്
5 മാസം CPM 2 കളിച്ച് നടന്നപ്പോൾ പഠിച്ചതൊക്കെ. CPM 1 അതിന് നമ്മളാരും അതിന് മാത്രം മനസ്സിലായില്ല, ഇതാക്കണ്ട. ഇത്തിരി മുകളിലാണ്, ഞാൻ താഴെ ഞെക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഗാലറി വരുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടോ, ഉള്ളത് പറയാല്ല. എനിക്ക് ആ കാര്യത്തിൽ സംശയമാണ്, നല്ല സംശയമാണ്, ഗാലറിയിൽ ഒട്ടൊക്കെ വരുമെന്ന്. ഇവിടെ എല്ലാം ഓക്കെ. എടാ പിന്നെ എനിക്ക് വീലിട്ട് കളിക്കണം കേട്ടോ, വീലിട്ട് കളിച്ച് പഠിക്കണം. ഞാൻ CPM 2 ഫുൾ ആരോ ഇട്ടാണ് കളിച്ച് പഠിച്ചത്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറച്ച് നാൾ ആരോ ഇട്ട് പഠിക്കാം, കളിച്ച് നോക്കാം. ഒന്ന് ഒരുവിധം ഒന്ന് കുറച്ച് സെറ്റായതിനു ശേഷം പിന്നെ വീലിലോട്ട് ഇറങ്ങാം. വീലിട്ട് കളിക്കുകയാണ് നല്ലത്. പക്ഷെ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ഇല്ല വീലിട്ട് കളിച്ച്. മുത്തേ അങ്ങനെ മലയുടെ മുകളിൽ ഞാൻ എത്തിയിട്ടുണ്ടാ. W or വാട്ട് മുത്തേ, W or വാട്ട് കാര്യം പറയാലോ. എടാ പിന്നെ സൗണ്ട് ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ല, അതിന് വലിയ സന്തോഷം. കാരണം എന്ത് പറയാ, സൗണ്ട് ഈ ഇടയ്ക്ക് പ്രശ്നമാവണേ, അത് സന്തോഷം ഭാഗ്യത്തിന് പ്രശ്നമൊന്നും ആവാത്തില്ല. CPM 1 സത്യം പറഞ്ഞാൽ നന്നായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രാഫിക്സിലൊക്കെ. CPM 2 ആ ലെവലിൽ നമ്മൾ നോക്കണ്ട, കാരണം വെച്ചാൽ അത് ഇത്തിരി കുറച്ച് കൂടിയ ലെവലാണ്. സ്റ്റിൽ CPM ഞാൻ CPM 2 കളിച്ച് നടന്ന സമയത്ത് എനിക്ക് CPM 1 അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ ഇത്തിരി കൊള്ളാൻ തോന്നുന്നു. അതിൻ്റെ CPM 2 ഇല്ലാത്തതുകൊണ്ടല്ല, എന്ന് പറയാനപ്പോൾ ഒരു ഗ്രാഫിക്സ് എന്തോ ഒത്തിരി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉയ്യോ ഇടിക്കല്ലേ. എടാ പിന്നെ ഇതിൽ ഉണ്ടാണ് മറ്റേ ഇടിച്ച വണ്ടി തെറിച്ച് പോകണം. CPM 2 ഉണ്ടല്ലോ ഇപ്പോൾ പുതുതായിട്ട് വന്നതല്ലേ, അത് വേണമെന്ന് ഞാൻ പറയൂട്ടാ. അത് വേണമെന്ന് ഞാൻ പറയില്ല. അത് വരട്ടെ അത്രേ ഉള്ളൂ. അത് എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സാധനം വന്നേ പറ്റൂ അങ്ങനെ ഞാൻ പറയില്ല. വരട്ടെ. ഇവിടെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകൊണ്ടാ ചാറ്റേ. ഇവിടെ ഇനി വീട് വാങ്ങണം. ഇവിടെ ഇതിൽ വീട് വാങ്ങണം എനിക്കൊരു വിഷമമുള്ള സംഭവം ഉണ്ടാ. മറ്റേ വേറൊരു വലിയ ഒരു വീടുണ്ടാ, എസ്റ്റേറ്റ് പോലത്തെ ഒരു സാധനം. അത് ഒറിജിനൽ പൈസടാ. അതൊരു വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിച്ചേനെ. നമ്മൾ CPM 2 അത് CPM 2 ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒറിജിനൽ മണിയല്ല, ഗെയിം മണിയാണ്. അങ്ങനെ ഗെയിം മണി തന്നെ 2000 കോയിനാണ്. ഫ്രീ അല്ല കേട്ടോ. ഫ്രീന്ന് അത് ലോട്ട വർത്താനം ഇപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞാൽ. CPM 1 കളിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡബ്ലി ഫീലടാ. ഇനി എന്താണെന്ന് അറിഞ്ഞോളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞാൻ മറ്റേ കോൺഫീൽഡിലൊക്കെ പോയില്ലായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് അന്ന് കളിച്ച CPM 2 നോക്കിയാണ്. ഇല്ലല്ലോ, ദാണ്ട് ഇതാണ് സാധനം. എവിടെ ഇവിടെ ഉണ്ടായിരുന്നത്? എനിക്ക് തോന്നുന്നു ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ, കോൺഫീൽഡ്. അന്ന് ഞാൻ എടുത്ത് കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ നീ കളയൂന്ന് എന്തായാലും ഞാൻ മനസ്സ് ഉറപ്പിച്ചായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയല്ല, കളയാനൊന്നും തോന്നണില്ല. മനസ്സിലായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് ചുമ്മാ ഒട്ട പറയണല്ല, ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട്. എടാ പിന്നെ കാട്രബി എടുക്കൂല എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എനിക്ക് അറിയാൻ പാടില്ല. കെൻസോരായാലും അവളില്ല, എല്ലായിടത്തും ഒരു ആണെങ്കിൽ പറയാം. എല്ലായിടത്തും പോയിട്ട് ഒരു മെസ്സേജ് കിടാം, ഗ്രൂപ്പ് ഞാൻ കിട്ടും. പക്ഷേ മരി എടുക്കൂല എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് തന്നെ, എടുക്കൂല എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാട്രബിയൊക്കെ ഇനി എന്തായാലും എടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇപ്പം മറ്റേ അബൂ സലീം ആവാനൊക്കെ ആയിട്ട് എന്തൊരു പറഞ്ഞാൽ പ്രാക്ടീസിങ്ങിലാണ്. അപ്പോൾ അതിനിടയിൽ അവന് സമയം കാണുമെന്ന് എന്തായാലും അറിഞ്ഞൂടാ, നോക്കട്ടെ. അപ്പം അറിയത്തില്ല, ആവുമായിരിക്കും, ആവട്ടെ. എടാ എന്തിനു കാണിച്ചോണ്ടിരിക്കണ് മുത്തേ? ഞാൻ ഇറങ്ങി, മല കയറി ഇറങ്ങിയടാ. അതിട്ടാ ഞാൻ ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണ, എന്ത് ലൊട്ട കാണിക്കണ? അവസാനം നിങ്ങൾ കണ്ടാളാ, ഞാൻ CPM 1 എടുത്തിട്ട് ആദ്യമായിട്ട് CPM 1 മൗണ്ടെയിനിൽ ഇറങ്ങി. CPM 1 മൗണ്ടെയിൻ ഇറങ്ങിയിട്ട് മല കയറി. കണ്ടാടാ മുത്തേ, W or വാട്ട് മുത്തേ, W or വാട്ട്. ഓ അവിടെ എന്ത് സന്തോഷ നിമിഷമാടാ. പിന്നെ ഗ്രാഫിക്സ് ഹൈ ഇട്ടിട്ട് നല്ല സ്മൂത്ത് ഉള്ളത് അതിനേക്കാളും വലിയ സന്തോഷം. കാര്യം പറയല്ല, ഗ്രാഫിക്സ് ഇത്രയും ഹൈ ആയിട്ടേക്കണം, ഭയങ്കര ഹൈ ആയിട്ടേക്കണം. പക്ഷേ എൻ്റെ ഫോണിൽ നല്ല ഫോണായതുകൊണ്ട് സ്മൂത്ത്നെസ് ഉണ്ട്. എനിക്ക് വേണം 120 FPS പോലും ഇടാം. പക്ഷെ 120 FPS വേണമെന്നില്ല, അത് വേണം, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ലടാ. പിന്നെ ഒരു കാര്യമുണ്ട് മുത്തേ, എനിക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ CPM 2 ഒട്ട ബഗ്ഗും ഗ്ലിച്ചും നമ്മൾ ഇത്രോളം സഹിച്ച്
അപ്പോൾ CPM1 ഇനി എന്തെങ്കിലും ഒരു ബഗ് അറിയാതെ വന്നു പോയാൽ പോലും അത് നമുക്ക് സഹിക്കാന്നേ ഉള്ളൂ. അങ്ങനെ വരില്ലായിരിക്കും, എന്തായാലും അത്രയ്ക്കൊന്നും വരാൻ സാധ്യതയില്ല. അത് ആ ഗെയിമും കൂടെ ഹൈ ആയതുകൊണ്ടാണ് അതനുസരിച്ച് ബഗ്ഗും കളിച്ചൊക്കെ ഉള്ളത്. സ്റ്റിൽ ഐ ലവ് CPM2. ഇന്നലെ ഞാൻ CPM1 എടുക്കണമെന്ന് പറഞ്ഞ് ഒരുത്തം വന്ന് വീഡിയോയിൽ അടി വരെ വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടപ്പം. അപ്പോൾ എവിടെയാണ് അഭിജിത്ത ആരോ ഒരുത്തം പറഞ്ഞ ബ്രോ നീ കാണുന്നുണ്ടാ ബ്രോ ഇതൊക്കെ, ഞാൻ ഇവിടെ ഗെയിമൊക്കെ എടുത്ത് കേട്ടാ അച്ഛനെ, ഞാൻ ഗെയിം എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി പ്രോപ്പർ ഗ്രൈൻഡിങ് ആണ്. നമ്മൾ റാങ്ക് പുഷ് ചെയ്യുമെന്ന് പറയില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റാങ്ക് പുഷല്ല, ബുഗാട്ടി എടുപ്പ്, മെക്ലാരൻ എടുപ്പ്, BM എടുപ്പ്, അതിനുവേണ്ടി നമ്മൾ കോയിൻ ശേഖരണവും എല്ലാം സെറ്റാക്കാൻ പോകണം. എടാ ഇത് എനിക്ക് തോന്നുന്നു എത്തി കൂടെ എളുപ്പമായിരിക്കും. 10 ദിവസത്തിനകത്ത് ഞാൻ മിക്കവാറും ബുഗാട്ടി എടുക്കാൻ നോക്കിയോ. 10-15 ദിവസത്തിനകത്ത് എനിക്ക് മിക്കവാറും ബുഗാട്ടി എടുക്കാൻ പറ്റും, ഉള്ള പറയാല്ലേ. മാപ്പിൽ പുതുതായിട്ട് വല്ലതും ഉണ്ടോ ഇതിൽ? നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ നോക്കാന്നേ ഉള്ളൂ.